നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു നിമിഷം മൗനമായി കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് കർത്താവിനെ, ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുന്നതിൻ്റെ അടയാളമായി നീ നിൻ്റെ കൈ നെഞ്ചത്ത് വെക്കുക. നല്ലവൻ യേശുവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ നിമിഷം മുഴുവൻ ഞങ്ങൾക്ക് ആവശ്യമായ വചനങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി. അങ്ങയുടെ വചനങ്ങൾ കേട്ട് ഞങ്ങൾക്ക് അഭിഷേകം പ്രാപിച്ചിരിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ആരാണ്, ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു, ഞങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്, ഞങ്ങളിപ്പോൾ കൈവരിക്കേണ്ട നിലപാട് എന്താണ്, വിഷയങ്ങളുള്ള സമീപനം എന്താണ്, എല്ലാം അങ്ങ് വചനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നിലപാടുകൾ നൽകി. നന്ദി പറയുന്നു കർത്താവേ. ഇപ്പോഴും ഞങ്ങൾ നിന്നെ നാഥനും രക്ഷകനുമായി ഏറ്റു പറയുന്നു. കർത്താവ്, അനേകം മക്കൾ ഇപ്പോഴ് ഈ ആരാധന കൂടിയിരിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒത്തിരിയേറെ വിഷമമുണ്ട്. അവർക്ക് രോഗങ്ങളുണ്ട്, അവർക്ക് കടങ്ങളുണ്ട്, ജീവിത ഭാരങ്ങളുണ്ട്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മക്കളെക്കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ട്, ജീവിത പങ്കാളിയെക്കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ട്. ജീവിതത്തിൽ കർത്താവെ ഒരു ജീവിത പങ്കാളി കിട്ടാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, പഠന മേഖലയിൽ വിഷയം അനുഭവിക്കുന്നവരുണ്ട്, തൊഴിൽ മേഖലയിൽ വിഷയം അനുഭവിക്കുന്നവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. കർത്താവെ, ഓരോരോ സ്ഥാപനങ്ങൾ, കർത്താവെ, ഉൽപാദന സ്ഥാപനങ്ങൾ, സാമ്പത്തിക സ്ഥാപനങ്ങളൊക്കെ തളർന്നു പോയവരുണ്ട്. മാറിയ പശ്ചാത്തലത്തിൽ കർത്താവെ വളരെ വിഷമിച്ച് ജീവിക്കുന്നവരുണ്ട്. അവരെ എല്ലാം നീ ഏറ്റെടുക്കണം. അവരുടെ ഭവനങ്ങളെ നീ ഏറ്റെടുക്കണം. അവരുടെ സങ്കടങ്ങളെ നീ ഏറ്റെടുക്കണം. ഉടമ്പടി ചെയ്തു പോയ എല്ലാ മക്കളും, ഇനി ചെയ്യാനിരിക്കുന്ന മക്കളെ എല്ലാം കർത്താവിന് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഈശോ, അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അൾത്താരെ നിന്നുകൊണ്ട് മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ജീവിക്കുന്ന ജ്വലിക്കുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, അനേക മക്കളുടെ കർത്താവെ കൊടിയകാറ്റ് അടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, വീശി അടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ ചൊരിയാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മ ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ മാരക രോഗങ്ങൾ, രക്താർബുദങ്ങൾ, ആർബുദ രോഗങ്ങൾ, അസ്ഥി രോഗങ്ങൾ കർത്താവെ, അസ്ഥി ഉരുക്കങ്ങൾ കർത്താവെ, ഗർഭാശയ രോഗങ്ങൾ കർത്താവെ, സിസ്ത് രോഗങ്ങൾ കർത്താവെ, ഫിക്സ് രോഗം കർത്താവെ, അപസ്മാര രോഗം കർത്താവെ, പ്രഷർ രോഗം കർത്താവെ, ഷുഗർ രോഗം കർത്താവെ, യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ അടയാളം കിട്ടിക്കൊണ്ട് സാക്ഷ്യം പറയാൻ വേണ്ടി കർത്താവെ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ മകനും മകളും കർത്താവെ, യേശുവിന്റെ നാമത്തിൽ കർത്താവെ സാക്ഷികളാകട്ടെ, ശ്രദ്ധിക്കട്ടെ. പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കല്ല് എടുത്തു മാറ്റാനാണ് സഹായം ചോദിച്ചത്. പക്ഷെ കർത്താവിനെ എടുത്തു മാറ്റാൻ ആരുടെയും സഹായം, എടുത്തുകൊണ്ട് പോകാൻ, ഏറ്റെടുക്കാൻ ആരുടെയും സഹായം ചോദിക്കണില്ല. ഈ ഒരു ഡിഫറൻസ് നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയണം. ഒരു വിഷയത്തെ ഞാൻ ക്രിസ്തുവായിട്ട് ആരെയും നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആരെയും നിങ്ങൾക്ക് കാര്യം ഈശോ പറഞ്ഞിട്ട്, എൻ്റെ നാമത്തിൽ ഈ എളിയവരിൽ ഒരുവനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. 9:37 മർക്കോസ്. ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
ഇതൊരു ഫോർമുലയാണ്, കൺവേർഷൻ ഫോർമുലയാണ്. ഏതെങ്കിലും ഒരു സംഭവത്തെ നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചാൽ ആ വിഷയം ക്രിസ്തുവായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. നിങ്ങളുടെ പോയിന്റ്. ഏതെങ്കിലും ഒരു ക്ലേശത്തെ, മർക്കോസ് 9:37, ഏതെങ്കിലും ഒരു ക്ലേശത്തെ ദൈവസ്നേഹത്താൽ പ്രേരിതനായി നിങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചാൽ അത് നിങ്ങൾക്ക് ക്രിസ്തുവായി കൺവേർട്ടപ്പെടുക, അത് മാറ്റപ്പെടും. പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്ക് താങ്ങാനാവാത്ത എല്ലാ അവസ്ഥകളെയും ഞാൻ നിന്നോടുള്ള വിശ്വാസത്തെ പ്രതി, സ്നേഹത്തെ പ്രതി ഉടമ്പടി പ്രകാരം നിന്റെ നാമത്തിൽ ഏറ്റെടുക്കുന്നു. കർത്താവേ, എനിക്ക് ക്രിസ്തുവിനെ കിട്ടുന്നതിന് വേണ്ടിയുള്ള ഈ നടപടിക്രമത്തെ നീ ആശീർവദിക്കണമേ. തുല്യം ചൊല്ല അങ്ങിപ്പോലെ യേശുവേ, തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങിപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ ഒരു മെക്കാനിസമുണ്ട്. അതായത് ഒരു സിറ്റുവേഷൻ, ഒരു വ്യക്തി നിനക്ക് ക്ലേശം തരുന്നത്, അല്ലെങ്കിൽ നിനക്ക് ഭാരം തരുന്നത്, അല്ലെങ്കിൽ നിനക്ക് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത്, ആ വിഷയത്തെ നിനക്ക് ക്രിസ്തുവായി വിഭാവന ചെയ്യുന്നൊരു പ്രശ്നമൊന്നുമില്ല, പക്ഷേ റിട്ടേൺസ് ഒന്നുമില്ല. മനസ്സിലായില്ലേ? ഇതിൻ്റെ അകത്തൊരു കളിയുണ്ട്. അതറിഞ്ഞില്ലേ നമുക്ക് ഈ കച്ചവടം നഷ്ടമായിരിക്കും. അതായത് ഒരു സിറ്റുവേഷൻ, ഒരു വ്യക്തി, ഒരു രോഗം, ഒരു ക്ലേശം ഉണ്ടാക്കുന്ന വ്യക്തികൾ, ഒരു ഭാരം, കുടുംബത്തിലുണ്ടാകുന്ന വ്യക്തികളുണ്ടാക്കുന്ന ഭാരം, അത് യേശുവായി വിഭാവനം ചെയ്യുന്നതിൽ നമുക്ക് മുതൽ മുടക്കൊന്നും ആവശ്യമില്ല. എന്താ, ആർക്ക് വേണമെങ്കിൽ വിഭാവനം ചെയ്യാം. അത് യോഹന്നാൻ അത് കർത്താവാണെന്ന് പറഞ്ഞ പോലെ ഇരിക്കും. പണ്ട് യോഹന്നാൻ പറഞ്ഞില്ലേ, യേശുവിനെ ഒരു ചെറിയ മയക്ക വെളിച്ചത്തിൽ കണ്ടില്ലേ? തിബേരിയസിൻ്റെ തടാകത്തിൻ്റെ തീരത്ത് ഒരു മയക്ക വെളിച്ചമെന്ന് പറയുന്നതാണ്. ഒരു വെളുപ്പാങ്കാലത്ത്, ഈ വെളുപ്പാങ്കാലമൊക്കെ സൂക്ഷിക്കണം. അരണ്ട വെളിച്ചമുള്ള സമയത്താണ് മേരി മാഗ്ദലിൻ കർത്താവിനെ അടിച്ചു മാറ്റിയത്. വിശ്വാസം പറിക്കുക. ജീവിതത്തിൽ ഒരു പിടി കിട്ടണില്ല. വെളിച്ചം കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് ക്രിസ്തു ആണോ ക്രിസ്തു അല്ലയോ, അങ്ങനെയൊക്കെ ഒരു നമുക്ക് ആംബിഗസ്, ഒരു ഹൈപ്പോത്തറ്റിക്കൽ കണ്ടീഷൻസ്. യു ആർ നോട്ട് ഏബിൾ ടു ഡിസേൺ ഒരു ഫെയ്ത്ത് കണ്ടൻറ്റകത്ത് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ പാടില്ല. അങ്ങനെ ചെയ്തുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ പ്രസാദം ഉണ്ടാകുമോ, വീടുണ്ടോ, വെതർ മേ ബി അറിയത്തില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരില്ലേ. അപ്പോൾ നീ ഒരു തീരുമാനം എടുക്കണം. നീ അത് ശരിക്കും കറ തീർത്ത് പ്രഖ്യാപിക്കണം. യെസ്, ഇറ്റ് ഈസ് ലോഡ്, ഞാനത് ടേക്കപ്പ് ചെയ്യണമെന്ന്. എന്താ പ്രശ്നം വെച്ചാൽ, ഇറ്റ് ഈസ് ലോഡ് എന്ന് പറഞ്ഞത് കൊണ്ട് ഇൻകം കിട്ടത്തില്ല, വരുമാനം കിട്ടത്തില്ല. അത് കർത്താവാണെന്ന് യോഹന്നാൻ പറഞ്ഞില്ലേ പണ്ട് തിബേരിയസിൻ്റെ തീരത്ത് 21:7 യോഹന്നാൻ്റെ സുവിശേഷം വായിച്ചോളൂ. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ. എൻ്റെ പടി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? സ്നേഹിച്ചെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരിങ്ങനെ പൊട്ടിനെ വീരിടുന്ന പോലെ പറയുന്നുണ്ട്, പക്ഷേ ഒന്നും വർക്കൗട്ട് ചെയ്യണില്ല. എന്താ പറഞ്ഞിരിക്കണത്? യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. മതി, അത് കർത്താവാണ്. യേശു ആരാണ്? തിബേരിയസിൻ്റെ തീരത്തെ ഒരു മയക്ക വെളിച്ചത്തിലെ അയാൾക്കൊരു ഒരു ഇരുട്ട മയത്തിൽ ഒരു വെളുപ്പാൻ കാലത്ത് ഈശോ വരികയാണ്.
കടലിൽ വള്ളം കിടക്കുന്നു, അവരെല്ലാം വള്ളത്തിലാണ്. ആർക്കുമേ ഈശോയെ തിരിച്ചറിയാൻ പറ്റണില്ല. ഒരാൾ തിരിച്ചറിഞ്ഞു. ആരാണ്? യോഹന്നാൻ. അപ്പോൾ 21:7 എന്താ പറയണത്? ദാറ്റ് ഈസ് ലോർഡ്, അത് കർത്താവാണ്. തീർന്ന് ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യുകയും അടുത്ത സീൻ ചെയ്യണത്, സീൻ കോൺട്ര എന്ന് പറഞ്ഞ പോലെ സീൻ ചേഞ്ച് ചെയ്യണമെന്ന് നോക്കിയേ. അതായത് അത് പറഞ്ഞ ആള് അവിടെ ഇരിക്കുകയാണ്. അത് പറഞ്ഞ ആള് അവിടെ ഇരിക്കുകയാണ്. അയാൾ അനക്കമില്ല. അയാൾ വിഭാവന ചെയ്തു, ദാറ്റ് ഈസ് ലോർഡെന്ന്. ഉടമ്പടിയിൽ ഇതുപോലെ വിഭാവന ചെയ്താൽ വർക്കൗട്ട് ചെയ്യത്തില്ല, ഇറങ്ങി പ്രവർത്തിക്കേണ്ടി വരും. അവിടെയാണ് പ്രശ്നം. നമ്മളറിയോ ശരി ക്ലേശമാണ്, അമ്മായിമ്മക്ക് പനിയാണ്, അമ്മായിമ്മക്ക് വാദമാണെന്നൊക്കെ പറഞ്ഞ് അമ്മായിമ്മ ഞാൻ ക്രിസ്തുവായിട്ട് കാണാം. കണ്ടുകൊണ്ടിരുന്നിട്ട് കഥയില്ല. യു മസ്റ്റ് ആക്ട്. അവൻ പറയണ പോലെ ചെയ്യണം. ചൊല്ലിയിട്ട് കാര്യമില്ല. അത് കർത്താവാണെന്ന് പറഞ്ഞ് ചൊല്ലിക്കൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. എന്തൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ക്രിസ്തു ആക്ടിവേഷൻ ഇനി 2 ഫോർമുല ഉണ്ട്. അത് രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്യത്തുള്ളൂ. എന്താണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം, അല്ലേ? റോമ 10:9 അധരം കൊണ്ട്. അതാണ് യോഹന്നാൻ ചെയ്തിരിക്കണത്. യോഹന്നാൻ ചെയ്തിരിക്കാൻ തെറ്റില്ല, പക്ഷെ ആ പുള്ളിക്കാരൻ 50% ചെയ്തുള്ളൂ. അവിടെയാണ് കുഴപ്പം വന്നു പോയത്. അത് കർത്താവാണ്. അതെന്താ? അത് റോമ അപ്പോൾ യോഹന്നാൻ 21:7 അനുസരിച്ച് കൊണ്ട് അത് കർത്താവാണെന്നുള്ളത് രക്ഷയുടെ ആദ്യ പകുതിയാണ്. രക്ഷയുടെ 2 പകുതിയുണ്ട്. എന്താണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയാം, റോമ 10:9 പിന്നെ എന്താണ്? വേറൊരു കാര്യമുണ്ട്. പിന്നെ എന്താ ഉള്ളത്? ദൈവം അവന് മരിച്ചവൻ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. ഇത് വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തീരത്തില്ല. എന്തു ചെയ്യണം? വിശ്വാസം പ്രവർത്തനം കൊണ്ട് നീതീകരിക്കണം. അവിടെയാണ് ഈ പ്രേക്ഷിത പ്രവർത്തനം വേണ്ടത്. യാക്കോബിൻ്റെ ഉത്തരം വായിച്ചവന് 2:17 വായിച്ചേ. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. പ്രവൃത്തികൾ കൂടാതെ ഒന്ന് പറഞ്ഞേ. പ്രവൃത്തികൾ കൂടാതെ വിശ്വാസം നിർജീവമാണ്. അതായത് അത് കർത്താവെന്ന് ആണെന്ന് പറഞ്ഞാൽ അത് ബേസിക്കലി സംഭവം ശരിയാണെങ്കിൽ നിർജീവമാണ്. യോഹന്നാന് പറ്റിയൊരു അബദ്ധം അവിടെയാണ്. അത് കർത്താവാണെന്ന് പറഞ്ഞ് ഇതിനെ ജീവൻ വെപ്പിക്കുന്നത് ആരാണ്? വേറെ ഒരുത്തനാണ് ജീവൻ വെപ്പിക്കുന്നത്. തുണിയില്ലാതെ ഒരുത്തൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നത്. അവനാണ് ഇതിന് ജീവൻ വെപ്പിക്കുന്നത്. എന്താണ്? അത് കർത്താവാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ പത്രോസ് താൻ നഗ്നനായത് കാരണം തുണിയെടുത്ത് ചുറ്റി കടലിലേക്ക് ചാടി. ഇത് വിശ്വാസത്തിൻ്റെ 2ാമത്തെ സെക്ഷനാണ്. ഇവിടെ വൈവാക്ക് തോറ്റുപോയി, പ്രാക്ടിക്കലിന് യോഹന്നാൻ തോറ്റുപോയി. തിയറി ഓക്കെ ആയിരുന്നു, യോഹന്നാൻ്റെ തിയറി ഓക്കെ ആയിരുന്നു. എന്ത് സംഭവം? അത് കർത്താവാണ്, സ്റ്റേറ്റ്മെൻറ്റാണ്. ഇവിടെ എന്താ പ്രശ്നം? ഇത് തമ്മിൽ യോജിപ്പിക്കണേ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തമ്മിൽ യോജിപ്പിക്കണേ എവിടെയാണ്? ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഉടമ്പടിയുടെ സ്പീഡ് കണ്ടൻറ്റ് എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയാണ്. ഉടമ്പടി സ്പീഡാകാൻ കാരണം അതിൻ്റെ കണ്ടൻറ്റ് നിങ്ങൾ പറയുന്ന പോലെ ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയത് കൊണ്ട് അതിൻ്റെ കൂടെ കുറേ പ്രാർത്ഥനകൾ ചൊല്ലിയ സ്പീഡാകത്തില്ല. അത് എല്ലാം അത് കർത്താവാണെന്ന് പറയുന്ന പോലെ യോഹന്നാൻ 21:7 അതുപോലെ അത് തന്നെയാണ് റോമ 10:9 എന്താ പറയണത്? യേശു കർത്താവാണ്. ഓക്കെ. പക്ഷെ അതിൻ്റെ സെക്കൻഡ് ഫോർമുല വർക്കൗട്ട് ചെയ്യണം. എന്താണ്? ദൈവം പറഞ്ഞ് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. ഈ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്നുള്ള പുനരുത്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാം മിഷൻ വർക്ക് ചെയ്യണത്. എൻ്റെ ചേട്ടൻ്റെ പെങ്ങളും ഞങ്ങൾ ഒരു പള്ളി ഇടവകയിൽ തന്നെ ഞങ്ങൾ പോകുന്നത്, സെൻറ്റ് അൽഫോൺസ് ഇടവകയിൽ. അപ്പം പള്ളി കഴിഞ്ഞ് അന്ന് വരാൻ അവർക്ക് വണ്ടിയില്ലായിരുന്നു. അപ്പം ഞങ്ങളാണ് അവരെ വണ്ടിയിൽ അവരുടെ വീട്ടിൽ കൊണ്ടുവിട്ടു. അപ്പം വീട്ടിൽ കൊണ്ടുവിട്ടപ്പോൾ എന്നോട് ഈ ഉടമ്പടിയുടെ കാര്യവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെ പറ്റിയിട്ടും ഉടമ്പടി തൈലത്തിനെ പറ്റിയിട്ടും എല്ലാം എനിക്ക് ചേട്ടൻ്റെ പെങ്ങളന്നിങ്ങനെ പറഞ്ഞു. ഞാനിതെല്ലാം കേട്ടു. ആ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥനയുടെ ഒരു ഫോട്ടോയൊക്കെ ഞാൻ വാട്സപ്പിലെടുത്തു. ഞാൻ പറഞ്ഞു എനിക്കും ചെല്ലാമല്ലോ, അങ്ങനെ ചെല്ലുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം പറഞ്ഞില്ല, അത് ചെല്ലുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു.
അപ്പം ഞാൻ ആ പ്രാർത്ഥനയും എടുത്തുകൊണ്ട് പോയി. എനിക്ക് ഉടമ്പടി തൈലവും ഇച്ചിരി അവിടെ ഞാൻ തൊട്ടിങ്ങനെ പ്രാർത്ഥിച്ചു. ആ പ്രത്യക്ഷണ പ്രാർത്ഥനയും ചൊല്ലി. എനിക്കറിയത്തില്ല, എന്തോ മാമോഗ്രഫി ടെസ്റ്റ് എടുത്തിട്ട് ശരിക്കും എനിക്ക് നമുക്ക് വെളിയിൽ പറയാൻ മനുഷ്യൻ പേടിക്കുന്ന ആ അസുഖം തന്നെയായിരുന്നതാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. കാര്യം അത്രത്തോളം എനിക്ക് വേദനയായിരുന്നു. പുറമൊന്നും കാണാനില്ലെന്നേ ഉള്ളൂ. ഇത്രയും കാലത്തിനിടെ എനിക്കങ്ങനെ വന്നിട്ടുമില്ല. ഞാൻ ആ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം പിറ്റേന്ന് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് എക്സസൈസ് എങ്ങനെ ഞാൻ പണ്ട് ചെയ്തിരുന്നോ അതേ രീതിയിൽ എനിക്കത് ചെയ്യാൻ പറ്റി. ഒരു ബുദ്ധിമുട്ടോ വിഷമമോ ഒന്നും എനിക്കന്ന് തോന്നിയതേയില്ല. ശരിക്കും അത് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മാത്രമാണെന്ന് എനിക്കറിയാം. അല്ലായിരുന്നെങ്കിൽ എന്നെ എന്തോ വലിയൊരു രോഗത്തിൽ നിന്നും എന്നെ പരിശുദ്ധമ്മ അത്ഭുതകരമായിട്ട് എന്നെ രക്ഷിച്ചതാണ്. ഇതെൻ്റെ ഉടമ്പടിയുടെ മുമ്പുള്ള സാക്ഷ്യമാണിത്. ഉടമ്പടിയൊക്കെ എടുക്കുന്നതിന് മുമ്പ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കാരണം ഇവിടെ ഉടമ്പടി എടുക്കാനൊക്കെ ഞാൻ പിന്നെ വന്നതും. ഇത് എത്രയുമെല്ലാം അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും ജീവിതത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും എല്ലാം നൽകിത്തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരു കോടാനുകോടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. എൻ്റെ പേര് മരിയറ്റ് ബിജു. ഞാൻ ഡൽഹി ഓൾ ഇന്ത്യയിലാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങൾ ഡൽഹിയിലാണ് താമസിക്കുന്നത് ഫാമിലിയായിട്ട്. 2021 അവസാന സമയം, അതായത് ഒരു നവംബർ ഡിസംബറോടുകൂടി എൻ്റെ ലെഫ്റ്റ് ചെവിയുടെ ഈ മിഡിൽ ഭാഗത്തായിട്ട് ഒരു ചെറിയ മുഴ പോലെ വന്നു. പക്ഷേ ആദ്യം എനിക്കതിന് ഒരു വിഷമോ ബുദ്ധിമുട്ടുകളോ ഒന്നും അതുണ്ടായിരുന്നുകൊണ്ട് ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ ഓൾ ഇന്ത്യയിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെയും പല ഡോക്ടേഴ്സിനെയും ഞാൻ കാണിച്ചു. പക്ഷേ എല്ലാവരും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2021 ഡിസംബർ ലാസ്റ്റോടുകൂടി പല്ലിന് പ്രോബ്ലമായിട്ട് ഡോക്ടറെ കാണിക്കാൻ ചെന്നപ്പോൾ ഞങ്ങളുടെ ഡെൻ്റലിൻ്റെ തന്നെ ഒരു ചീഫ് ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇത് സിസ്റ്ററെ പ്രോബ്ലം ഉണ്ട്, നീ FNSC ചെയ്യണം, അത് സാമ്പിൾ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അതുകൊണ്ട് യാതൊരുവിധ പ്രശ്നവുമില്ല, അതവിടെ ഇരിക്കുന്നതുകൊണ്ട് വലിയ പുറത്തോട്ട് വിസിബിളായിട്ട് കാണാനും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ആ ഡോക്ടർ തന്നെ എന്നെ വഴക്ക് പറഞ്ഞു, നിനക്കിവിടെ അതിൻ്റെ സാധ്യതകളും എല്ലാം ഉണ്ട്, പിന്നെ നീ എന്തുകൊണ്ടാണ് ചെയ്യുന്നില്ലാത്തത് എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞു. ആ ചീഫ് ഡോക്ടർ തന്നെ എനിക്ക് അന്നേരം തന്നെ അപ്പോയിൻമെൻറ്റ് തരികയും 2 ദിവസത്തിനുള്ളിൽ ഞാൻ FNSC ചെയ്തു. FNSC ചെയ്തതിന് ശേഷം എനിക്ക് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ 2021 ഡിസംബർ 27 എൻ്റെ റിപ്പോർട്ട് വന്നു. റിപ്പോർട്ട് വന്നപ്പോഴും ഞാൻ ആദ്യമേ ആ റിപ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജിൽ എഴുതിയിട്ടുണ്ട് നോ എവിഡൻസ് ഓഫ് ക്യാൻസർ എന്ന്. അപ്പോൾ ഞാൻ ഓർത്തു നോ പ്രോബ്ലം. അപ്പം ഞാൻ ICUവിലാണ്. ഞാൻ 28 വർഷമായിട്ട് ഞാൻ ന്യൂറോ സർജറിയുടെ ICUവിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നൊരു ഡോക്ടർ, ആ ഡോക്ടർ വന്ന് എന്നോട് ചോദിച്ചു, സിസ്റ്ററെ റിസൾട്ട് വന്നിട്ട് എന്തായി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നോ എവിഡൻസ് ഓഫ് ക്യാൻസർ എന്നാണ് എഴുതിയിരിക്കുന്നത്, ഇപ്പോൾ റിപ്പോർട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ റിപ്പോർട്ട് എൻ്റെ ടേബിളിൻ്റെ പുറത്തുണ്ട്, എൻ്റെ റൂമിലുണ്ട് എന്ന് പറഞ്ഞു. ഡോക്ടർ റിപ്പോർട്ട് പോയി നോക്കിയിട്ട് ഓടി വന്ന് എന്നെ വട്ടം കെട്ടിപ്പിടിച്ച് ഒരു കരച്ചിൽ കരഞ്ഞു. ഞാൻ ചോദിച്ചു എന്ത് പറ്റി, എന്താ സംഭവം, നീ എൻ്റെ റിപ്പോർട്ട് തന്നെയല്ലേ നോക്കിയേ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു നീ ശരിക്കും റിപ്പോർട്ട് കണ്ടോ, വായിച്ചു നോക്കിയോ? ഞാൻ പറഞ്ഞു ആഹാ കണ്ടു, നോ എവിഡൻസ് ഓഫ് ക്യാൻസർ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, പിന്നെ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ലൈനിൽ നീ എഴുതിയിരിക്കുന്നൊരു വാചകം ശ്രദ്ധിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഫസ്റ്റ് ലൈൻ കണ്ടതോടെ പിന്നെ ഞാൻ ബാക്കിയൊന്നും ഞാൻ നോക്കിയില്ല എന്ന് പറഞ്ഞു. ഇല്ല, ഹസ്ബൻഡിനെ വിളിക്കുക, ഹസ്ബൻഡ് എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ്. എന്ത് പറ്റിയെന്ന് ചോദിച്ചു. പറഞ്ഞു ഇല്ല, ഹസ്ബൻഡിനെ വിളിക്കുക, ഞാൻ ഹസ്ബൻഡുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. പെട്ടെന്ന് പുള്ളിക്കാരത്തി തന്നെ, ഞങ്ങൾ ICU യൂണിഫോമിലാണ്, പെട്ടെന്ന് എന്നെ കൊണ്ട് ഡ്യൂട്ടി റൂമിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഡോക്ടേഴ്സിൻ്റെ റൂമിൽ കൊണ്ട് ഇരുത്തിയിട്ട് ഹസ്ബൻഡിനെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ, ക്യാൻസർ 2nd സ്റ്റേജാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്, നീ ഹസ്ബൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പം എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളാണുള്ളത്. അപ്പം പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ഡോക്ടർ ചോദിച്ചു. എനിക്ക് ആ പടി വിഷമമായി. പക്ഷേ ഞാൻ ആ ആദ്യത്തെ ലൈൻ കണ്ട് നോ എവിഡൻസ് ഓഫ് ക്യാൻസർ എന്നുള്ള ആ ലൈൻ കണ്ടുകൊണ്ട് ഞാൻ മുന്നോട്ട് നോക്കിയില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ഡോക്ടർ തന്നെ ENT ഡോക്ടേഴ്സിനായിട്ട് അപ്പോയിൻമെൻ്റ് അല്ല, ഒരു 12 മണി സമയമായി കാണണം. അപ്പം നമുക്കറിയാം OPDയുടെ സമയം എല്ലാം കഴിഞ്ഞു, നമുക്ക് ഡോക്ടറെ കാണിക്കാൻ പറ്റത്തില്ല. ഈ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ തന്നെ മാതാവിൻ്റെ രൂപത്തിൽ എൻ്റെ കൂടെ വരികയും എൻ്റെ എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരത്ത് തന്നെ കൊണ്ടുപോയി അവിടുത്തെ ENTയിലെ ഡോക്ടറിനെ കണ്ട് മെയിൻ ഡോക്ടറിനെ കാണുകയും ആ ഓൺ സ്പോട്ടിൽ ഏകദേശം 1 മണിയാകുന്നതിന് എൻ്റെ ഹസ്ബൻഡ് വരുന്നതിന് മുമ്പ് തന്നെ
അവർ എന്നെ MRIക്ക് കൊണ്ടുപോയി. MRI 2.5 മണിക്കൂർ MRI ചെയ്ത് കഴിഞ്ഞപ്പോഴും അവർക്ക് വേറൊന്നും അതിനകത്ത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനുശേഷം കോൺട്രാസ്റ്റ് തന്നു. കോൺട്രാസ്റ്റ് തന്നിട്ടും MRIക്കകത്ത് ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഉടനെ അവർ പറഞ്ഞു അർജൻറ്റ് പെറ്റ് സ്കാൻ ചെയ്യണം. പെറ്റ് സ്കാൻ ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ എയിംസിൻ്റെ മിഷൻ അന്ന് ഔട്ട് ഓഫ് ഓർഡർ ആയിരുന്നു. ഉടനെ ബാംഗ്ലൂർ നിംഹാൻസിൽ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ ഇന്നത്തെ ഫ്ലൈറ്റിന് തന്നെ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അന്നേരം ആ കൂടെ വന്ന ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞു ഹോസ്പിറ്റൽ എയിംസിൻ്റെ എംപ്ലോയി അല്ലേ, അങ്ങനെ കുഴപ്പമില്ല, നമുക്ക് ഇന്നൊരു ദിവസം അങ്ങോട്ട് വെയിറ്റ് ചെയ്യാം, നാളെ നോക്കട്ടെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം അന്ന് രാത്രി തന്നെ ഈ ഡ്യൂട്ടി ഡോക്ടർ ആരെയൊക്കെയോ വിളിച്ച് സംസാരിച്ച് മെഷീൻ്റെ ഓപ്പറേറ്റേഴ്സുകാരെ എല്ലാം വിളിച്ച് സംസാരിച്ച് മെഷീൻ രാത്രി തന്നെ ശരിയാക്കി. പിറ്റേ ദിവസം രാവിലെ എൻ്റെ ഹോൾ ബോഡി പെറ്റ് സ്കാൻ ചെയ്തു. അതും നിങ്ങൾക്കറിയാം, ഹോൾ ബോഡി പെറ്റ് സ്കാനൊന്നും ഒരിക്കലും നമുക്ക് അത്ര പെട്ടെന്നൊന്നും ഒരിക്കലും ഒരു 7-8 മാസത്തെ ഗ്യാപ്പ് ഇട്ടാൽ പോലും നമുക്ക് ഡേറ്റ് കിട്ടത്തില്ല. മാതാവിൻ്റെ ശരിക്കുള്ള കരുതലാണ് അതിനകത്ത് നടന്നത്. മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ ഹോൾസ് ബോഡി പെറ്റ് സ്കാനിൽ അത് 2 പ്രാവശ്യമായിട്ടാണ് എൻ്റെ ചെയ്തത്, ഹാഫ് ബോഡി വെച്ച്. അതിനകത്തും അവർക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ FNACയുടെ റിപ്പോർട്ട് കാർസിനോമ 2nd സ്റ്റേജ് ആയതുകൊണ്ട് അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, നമ്മൾക്ക് കീമോതെറാപ്പിയും റേഡിയേഷനും സ്റ്റാർട്ട് ചെയ്യാം, അതിനുശേഷം നമുക്ക് പതുക്കെ സർജറിയിലോട്ട് പോകാം, അതിനെക്കുറിച്ച് ചിന്തിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല, എന്തെങ്കിലും ഡോക്ടേഴ്സിൻ്റെ തീരുമാനം അതുപോലെ തന്നെ ആയിരിക്കട്ടെ, കീമോ എങ്കിൽ കീമോ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മക്കളും ഹസ്ബൻഡ് പറഞ്ഞില്ല, നമുക്ക് പ്രാർത്ഥിക്കാം, ഒരിക്കലും ഒരു കുഴപ്പവും വരുത്തത്തില്ല, ദൈവത്തിൻ്റെ തീരുമാനമല്ലേ, ഒന്നും വരുത്തത്തില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥനയോടെ ഞങ്ങൾ മുന്നോട്ട് പോയി. ഈ പെറ്റ് സ്കാൻ കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോൾ അൾട്രാസൗണ്ട് ചെയ്തു. ആ റിപ്പോർട്ട് പക്ഷേ പോസിറ്റീവ് വന്നു. എങ്ങനെ വന്നോന്നൊന്നും അറിയത്തില്ല. റിസൾട്ട് അതിനകത്തും സിസ്റ്റുണ്ട് എന്ന്, തൊണ്ണയിലും ഒരു സിസ്റ്റുണ്ട് എന്ന് അങ്ങനെ വന്നു. അപ്പം വീണ്ടും വിഷമമായി. ആ അൾട്രാസൗണ്ട് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഞാൻ കോവിഡ് പോസിറ്റീവായി. ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ടുള്ള വിഷമങ്ങളായിരുന്നു. ഞാൻ കോവിഡ് പോസിറ്റീവായി അന്ന് തന്നെ എൻ്റെ പിറ്റേ ദിവസം ഹസ്ബൻഡിന് പോസിറ്റീവായി. അപ്പോൾ പിന്നെ ഡോക്ടേഴ്സ് വിളിച്ചിട്ട് പറഞ്ഞു സാരമില്ല, എന്തായാലും ഇത്ര ആയില്ലേ, നമുക്കൊരാഴ്ച വെയിറ്റ് ചെയ്യാം, ബോഡി വീക്കാണ്, നിൻ്റെ വളരെ ബോഡി വീക്കാണ്, അതുകൊണ്ട് സർജറിക്ക് ഒരു ശകലം സമയം എടുക്കട്ടെ, ഒരാഴ്ച വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അങ്ങനെ കോവിഡ് പോസിറ്റീവ് കഴിഞ്ഞ് ഞാൻ എൻ്റെ നെഗറ്റീവ് റിപ്പോർട്ട് ആയപ്പോഴത്തേക്കും ഹോസ്പിറ്റലുകളെല്ലാം കോവിഡ് കൊണ്ട് പേഷ്യൻറ്റിനെ കൊണ്ട് നിറഞ്ഞു. OTകളെല്ലാം, ഓപ്പറേഷൻ തിയേറ്ററുകളെല്ലാം ബ്ലോക്ക് ചെയ്തു. സർജറി ഒന്നും ഇപ്പം തൽക്കാലം ചെയ്യണ്ട എന്നുള്ളൊരു തീരുമാനമായി അഡ്മിനിസ്ട്രേഷൻ്റെ അടുത്തു നിന്നും. അങ്ങനെ വന്നു. ജനുവരി ഒരു 23-24 ആയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റുന്നില്ല, കാരണം എല്ലാവരും ചോദിക്കുന്നു ക്യാൻസറാണല്ലേ. അപ്പം നമുക്ക് ഓൺ ഡ്യൂട്ടി പോയിരിക്കുന്ന കാണുമ്പോൾ എല്ലാവരും ഒരു സഹതാപത്തോടെയുള്ളൊരു നോട്ടവും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഒരാകെപ്പാടെ വിഷമമാണ്. അങ്ങനെ ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ എനിക്ക് കൃപാസനത്തിൻ്റെ പേപ്പർ കൊണ്ടു തന്നിട്ട് പറഞ്ഞു, മാതാവിൻ്റെ ഒരു രൂപം തന്നിട്ട് പറഞ്ഞു, ഇന്ന് ഈ കൃപാസനത്തിൻ്റെ ഈ സാക്ഷ്യങ്ങളെല്ലാം വായിച്ചു നോക്ക്, അതിനുശേഷം യൂട്യൂബിൽ ജോസഫച്ചൻ്റെ ധ്യാനങ്ങളുണ്ട്, അതും കേൾക്കണം, സാക്ഷ്യങ്ങൾ കേൾക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് അത് കേട്ടുകൊണ്ടിരുന്നു. ഡ്യൂട്ടിക്കൊന്നും പോകുന്നില്ലായിരുന്നു, കേട്ടുകൊണ്ടിരുന്നു. എന്തായാലും ഒരു 2 ദിവസം കഴിഞ്ഞപ്പം ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ നീ രാവിലെ OPDയുടെ അവിടെ കൗണ്ടറിൽ വരണം, ഞാൻ അവിടെ ഉണ്ടായിരിക്കും, എല്ലാ റിപ്പോർട്ടുകളും എടുത്തുകൊണ്ട് നീ അങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരത്തെയും കൂടെ ഡോക്ടറെ കാണാൻ ചെന്നു. അവിടെ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, നിന്നെ നാളത്തെ ജനുവരി 27-ാം തീയതി സർജറിക്ക് പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു സാറേ തിയേറ്ററെല്ലാം ബ്ലോക്കല്ലേ എന്ന് ചോദിച്ചു. ഇല്ല, ജനുവരി 26 പബ്ലിക് ഹോളിഡേ അല്ലേ, അന്ന് തിയേറ്റർ ഫ്യൂമിഗേറ്റ് ചെയ്യാം, ഫ്യൂമിഗേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് കേസ് നിൻ്റെ വെക്കാം, അങ്ങനെ സർജറി ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ അപ്പം ഹസ്ബൻഡിനോട് സംസാരിച്ചപ്പം കുഴപ്പമില്ല, വില്ലിങ്ങായി. അങ്ങനെ ജനുവരി 20 അതിൻ്റെ മുമ്പ് തന്നെ ഹസ്ബൻഡിനെ വിളിച്ചും എന്നോടും അവരൊത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ക്യാൻസറാണ്, 2nd സ്റ്റേജാണ്, കീമോയും റേഡിയേഷനും നമ്മൾക്ക് എടുക്കാൻ കിട്ടിയില്ല കോവിഡ് കാരണം, അതുകൊണ്ട് സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ട്, ചെവിക്കകത്തുനിന്ന് കണ്ടിന്യൂസ് CSF ലീക്കേജ് ഉണ്ടാകും, അല്ലെങ്കിൽ ഇതിൻ്റെ ട്യൂമർ ഇനി കണ്ണിൻ്റെ ഏത് ലെവലിൽ ടച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല, ചിലപ്പോൾ
കണ്ണിൻ്റെ ഒരു കാഴ്ചശേഷി പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ മാതാവിൻ്റെ രൂപവും കൊന്തയും കൈ പിടിച്ച് ഞങ്ങൾ മുറുക്കെ പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ വിശ്വാസം കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.